ഈ മസാല ബോണ്ട് ഇടപാടിലെ ഇ.ഡി. സമൻസിനെതിരായ കിഫ്ബിയുടെയും തോമസ് ഐസക്കിന്റെയും ഹർജികൾ ഇന്ന് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വീണ്ടും എത്തുന്നുണ്ട്. നേരത്തെ കിഫ്ബിയും തോമസ് ഐസക്കും നൽകിയിട്ടുള്ള ഹർജിയാണ് ഇന്ന് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഇ.ഡി. അന്വേഷണം റദ്ദാക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് തോമസ് ഐസക്കും ഏതായാലും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് നേരത്തെ ഈ ഹർജികൾ പരിഗണിക്കുന്ന സമയത്ത് തോമസ് ഐസക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് തനിക്കിപ്പോൾ കിഫ്ബിയുമായിട്ട് ബന്ധമില്ല എന്നുള്ളൊരു കാര്യമാണ്. മാത്രവുമല്ല, കിഫ്ബി നടത്തിയിട്ടുള്ള തീരുമാനങ്ങളിലൊന്നും തന്നെ താൻ മാത്രമല്ല പങ്കെടുത്തിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത സമിതിയാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു തോമസ് ഐസക്ക് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഇ.ഡി. തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് തോമസ് ഐസക്ക് കിഫ്ബിയിലെ നിർണായക സ്ഥാനം വഹിച്ച ഒരാളാണ്. തോമസ് ഐസക്കിന്റെ അറിവോടുകൂടി മാത്രമാണ് കിഫ്ബിയുടെ ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മസാല ബോണ്ടിന്റെ ആയി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടക്കം തോമസ് ഐസക്കിന്റെ അറിവുണ്ട്. കൂടാതെ ഈ കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്ന യോഗത്തിൽ തോമസ് ഐസക്ക് പങ്കെടുത്തിരുന്നതായിട്ടും ഇത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മിനിറ്റ്സ് ബുക്ക് അടക്കം ഇ.ഡി. കോടതിയിൽ ഹാജരാക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ നേരത്തെ ഇ.ഡി. അന്വേഷണത്തിലൂടെ തങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികാര നടപടികൾ നടത്തുന്നു എന്ന തരത്തിലുള്ളൊരു ആരോപണമാണ് നേരത്തെ തോമസ് ഐസക്ക് നൽകിയിരുന്നത്. എന്നാൽ ഇതിന് മറ്റ് ലക്ഷ്യങ്ങളൊന്നും തന്നെയില്ല. ഈ കൃത്യമായി ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്ന ഉദ്ദേശം മാത്രമാണ് ഇ.ഡിക്കുള്ളത് എന്നുള്ളൊരു കാര്യം ഇ.ഡി. വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അന്വേഷണത്തിന്റെ ഈ ചോദ്യം ചെയ്യലിനടക്കമുള്ള ഘട്ടങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോയിൽ പകർത്തും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നേരത്തെ ഇ.ഡി. കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ന് തോമസ് ഐസക്കും ഒപ്പം തന്നെ കിഫ്ബിയും നൽകിയിട്ടുള്ള ഹർജി വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. അനു.